സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആനന്ദന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ബിഗ് ബോസിന് ചില ട്രോളിംഗ് വീഡിയോസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് റോക്കി ബൈയുടെ വീഡിയോയാണ്. ഭഗത് സിംഗ്, നെപ്പോളിയൻ, പിന്നെ റോക്കി എവരൊന്നും തോറ്റുപോയവരല്ല. ഇവരൊക്കെ പട നയിച്ചവരാണ്. ആർക്ക് വേണ്ടി? അക്രമത്തിനും അനീതിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ എല്ലാവരും ആലോചിച്ചിട്ട് എനിക്ക് കുറച്ച് വിഷമമുണ്ട്. അറിയാമോ, നിങ്ങളുടെ റോക്കിയുള്ള സീസണിലാണ് ഇതിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാല് ഇവിടെയാണ് പറയാനുള്ളത്. നമ്മുടെ റോക്കി ബൈ അടിച്ച ഡയലോഗാണ്. ഇപ്പൊ റോക്കി ബൈ എവിടെയാണ്? വീട്ടിന്റെ വെളിയിലാണ്. മിസ്റ്റർ ജോർജിന്റെ ഒരു വീഡിയോ ആണ്. ഓക്കെ, ഞാൻ ഓങ്ങി വെച്ചേക്കാണ്. അതിന്റെ ചവളടിക്കാൻ പൊട്ടിക്കും. കോട്ടയുടെ ശക്തി എന്നുള്ളിൽ ശക്തി കൂടി. പണ്ട് ഹീമ കാണുമ്പോഴത്തേക്കും കൊച്ചു ടിവിയിൽ ഹീമ വരുമ്പോഴുള്ള ഡയലോഗാണ് ജയ്സൽ കോട്ടയുടെ ശക്തി. ഇപ്പോഴും ഓർമ്മ ഉണ്ട് വയസ്സ്. അപ്പൊ ആ കാർട്ടൂൺ കണ്ടുള്ള എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാ. അടുത്തത് ജിൻഡോ. എല്ലാരും ജിൻഡോയെ കണ്ടുണ്ടാവല്ലോ. നല്ല രീതിക്ക് നമ്മുടെ ബിഗ് ബോസ് മുന്നോട്ട് പോകാൻ കാരണമായ കുറച്ച് പേരാണ്. ഇതിപ്പോ നമ്മുടെ റോക്കി ബായ് ഇല്ല. ആകെ റോസ്റ്റേഴ്സിനൊക്കെ റോസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ജന്മമായിരുന്നു റോക്കി ബായ്. ഇപ്പൊ പുറത്താണ്. അപ്പൊ റോക്കി ബായ് പുറത്ത് പോയി. അതിനുശേഷം ആദ്യം പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് ഇപ്പം മറ്റേതായിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ജാസ്മിനും ഗബ്രി, അവർ രണ്ടുപേരും അതിനകത്തിരുന്ന് റൊമാൻസ് ഒടിച്ചോണ്ട് അവിടെ ഇരിക്കുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതുപോലത്തെ കണ്ടോ ഗൈസ്, ഇവിടെയൊക്കെ ചെറിയ ആ ഒരു ട്രോളിംഗ് ഒക്കെ ആ ജാസ്മിനെയും ഗബ്രിയൊക്കെ ട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് വല്ലാത്തൊരു ട്രോളിംഗ് ആണ്. അതിനുശേഷം ജാൻമണി മകനെ, ഈ ഭാഷയ്ക്ക് സബ് ടൈറ്റിൽ ഇല്ല. ഇവിടെയാണ് ഏറ്റവും വലിയ വിറ്റ്. എനിക്ക് ഞാനൊരു ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം കത്തിയ സ്ഥലം ഇവിടെയാണ്, ജാൻമണിയെ കുറിച്ചുള്ള. അപ്പം എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞതുപോലെ തന്നെ ജാൻമണി പറയുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല. പുറത്തുനിന്ന് വന്നതാവട്ടെ, പക്ഷെ ജാൻമണി പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് എല്ലാ യൂട്യൂബേഴ്സും, ഇപ്പൊ സോളോന്റെ അടക്കമുള്ള യൂട്യൂബേഴ്സ് എന്താണെന്ന് അറിയാതെ ഇരിക്കുവാണ്. അവരൊക്കെ പറയുന്നുണ്ട് വീഡിയോയിലൊക്കെ. ഇതുപോലെ തന്നെ എന്റെ അവസ്ഥ. എന്താണ് അവർ പറയുന്നതെന്ന് എനിക്കും മനസ്സിലാവാറില്ല. ഞാൻ തന്നെ മൂഞ്ചി തെറ്റിയിരിക്കുകയാണ്. ബിഗ് ബോസ് പറഞ്ഞ അവസ്ഥയാണ് എന്റേത്. ഇത് ഏത് സംഭവമാണെന്ന് എനിക്കറിയത്തില്ല. ഇതെന്ത് സംഭവമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ആ സംഭവം എന്താണെന്നുള്ള വല്ല കട്ടിങ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കമന്റ് ബോക്സ് ഒന്ന് കമന്റ് ചെയ്ത് വെക്കണം കേട്ടോ. മണിയാറ്റമ്പം പ്രസന്റ് ബിഗ് ജോസിലേക്ക് സ്വാഗതം. മോളെ ജാസ്മിൻ, തത്തക്ക് കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ അടിക്കണ്ട. ഒരു ബ്ലോക്ക് ഉണ്ട് ചിന്നക്കട ജംഗ്ഷനില്. മോളെ സ്ക്രിപ്റ്റ് ഇല്ലാത്ത കൊണ അടിക്കണ്ട കേട്ടോ. മോനെ റോക്കി, ഇടിക്കാൻ പോയി ഇടിക്കണം. ഞാനായിരുന്നെങ്കിൽ മുണ്ട് പറിച്ചടിച്ചേനെ. ഇങ്ങനെ ലാലേട്ടനിൽ നിന്ന് ഇൻസ്പയർ ആയി റോക്കി ബായ് അടി കൊടുത്തു. ഇന്ന് റോക്കി ബായ് പുറത്താണ്. അതിനുശേഷം നമ്മുടെ ഏതൊരു ചാനല്, ബിഹൈൻഡ് ഡൈസ് എന്ന് പറയുന്ന ചാനലില് റോക്കി ബായുടെ സ്വിമ്മിംഗ് പൂളും വീടൊക്കെ നമ്മൾ കണ്ടത്. ഷോർട്സ് ആണ് ബിഹൈൻഡ് വുഡ്സ് ഐസിന്റെ കണ്ടത്. അപ്പൊ അതിനകത്ത് റോക്കി ബായ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ ബാത്റൂമിന്റെ അടി ഞാൻ കണ്ടില്ല കേട്ടോ. മോനെ റോക്കി, അത് കലക്കി. പക്ഷെ ബിഗ് ബോസ് വീട്ടിൽ നടക്കത്തില്ല, ഇറങ്ങി. റോക്കി, കഴപ്പ് തീർന്നെങ്കിൽ പെട്ടിയും കിടക്കെ എടുത്തോണ്ട് വരാം. പിന്നെ ഇതെല്ലാം മുമ്പത്തുള്ള ഷോർട്സ് ഒക്കെ ഞാൻ സേവ് ചെയ്തിരിക്കാനുണ്ടോ. പിന്നെ ഒരു കാര്യം, ഒരു ആക്ട് ചെയ്യണേ അത് ഫുൾഫിൽ ചെയ്യണം. ഒരുത്തിനെ ഇടിക്കണം. അല്ല അവിടെ പോയിട്ട് പേടിപ്പിച്ചിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ എന്തായാലും ബിഗ് ബോസ് ലാലേട്ടൻ മോട്ടിവേഷൻ കൊടുത്തു. മോട്ടിവേറ്റ് ആയി റോക്കി ഇടിച്ചു. അണ്ണ ഇതാണ് ഞാൻ പറയാൻ കോളം. ഇത് നമുക്ക് പിന്നെ ഒരു കാര്യം, താങ്ക് യു. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇതൊന്ന് പൂ പിടിച്ചു കൊണ്ടാവും. എന്റെ അമ്മയൊക്കെ ഒന്ന് കാണാന.
മറ്റേ ഞാൻ മണ്ഡലത്തിൽ മനസ്സിലായെന്ന് പറഞ്ഞ ആ പാഠം. പിന്നെ ഒരു കാര്യം കർണൻ, ഭഗത് സിംഗ്, നെപ്പോളിയൻ, പിന്നെ റോക്കി. അണ്ണം പുറത്തു പോയി ആ ഡയലോഗ് കേട്ടപ്പം. ജാസ്മിന്റെ ഫാദർ ഈസ് ഫൈൻ, ഇരിക്കൂ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് അവരൊരു വേറെ ഡേറ്റ് പറയുമ്പോ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഈസ് ഓക്കെ കേട്ടോ. ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ, ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ. ഒറിജിനൽ ആയിട്ടുണ്ട് കേസ്. ജാസ്മിൻ, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട്. ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി. അത് ശരിക്കും എനിക്ക് അറിയാമല്ലാന്ന് ചോദിക്കുക, ഈ 6 വർഷം ബിഗ് ബോസിലേക്ക് കയറാനായി കാത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഈ ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഞാൻ ബിഗ് ബോസ് കാണാറില്ല. ബിഗ് ബോസിന്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ എന്താണെന്ന് അറിയാവുന്നുള്ളവരൊന്ന് പറയണം കേട്ടോ, എനിക്കറിയത്തില്ല. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. ഒരാളിന്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി. അതോർത്തിട്ട് ഞാൻ കരഞ്ഞു. ഒരു ദിവസം ഞാൻ സിജോയെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു. അങ്ങനെ ഒരാളിനെ പുറത്ത് കൈവെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും. നന്മവരം കേസ്, നന്മവരം ഇമാതിരി ആയിരിക്കണം നന്മവരം. അതുപോലെ അയാൾക്കും വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, കൂട്ടുകാരുണ്ട്, അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത്. അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല. റോക്കി അന്ന് ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി, ഒറ്റയ്ക്ക് കളിച്ച്, ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ. പിന്നെ സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും, കട്ട് പറയുമ്പോൾ കട്ടാവും. റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട. ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ. വേറെ മാസ് ഡയലോഗ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുവാണ്.